നമുക്കൊപ്പം ഇപ്പോൾ ഡി അജയകുമാർ, അദ്ദേഹം TDF പ്രതിനിധിയാണ്. അദ്ദേഹം നമുക്കൊപ്പം അതിഥിയായി ചേരുന്നുണ്ട്. ശ്രീ ഡി അജയകുമാർ, താങ്കൾ അറിഞ്ഞു കാണുമല്ലോ ഇപ്പോൾ മാനേജ്മെന്റ് ഇറക്കിയ ഈ സർക്കുലർ താങ്കൾ കണ്ടിരുന്നോ? കണ്ടിരുന്നു. എന്താണ് പറയാനുള്ളത് അതിനെക്കുറിച്ച്? ശമ്പളം വരെ ഒരുപക്ഷെ വൈകിയേക്കും. ഞങ്ങള് KSRTC തൊഴിലാളികളുടെ ശമ്പളം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ 8.5 വർഷം സർക്കാരിന് മാനേജ്മെന്റിന് മുന്നിൽ സമരം ചെയ്യുന്നത്. സർക്കാരിന് ഇനി ഏകദേശം 1 വർഷത്തോളം കാലമുള്ള ഈ സമയത്ത് KSRTC തൊഴിലാളികളുടെ ശമ്പളം കൃത്യമായി 1-ാം തീയതി വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഒട്ടനവധി സമരങ്ങൾ നയിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ അവസാന സമയത്ത് ഞങ്ങൾ ഒരു പണിമുടക്കിലേക്ക് പോയത്. ആ പണിമുടക്ക് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തിൽ സമരം ചെയ്തതിന് ശമ്പളം നിഷേധിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. എനിക്ക് തോന്നുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ സമരച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി ആ സമയത്ത് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പോലും കിട്ടില്ലായിരുന്നു. അത്ര ഗതികേടല്ലേ, അത്ര അത്രമായ ഒരു ഉത്തരവല്ലേ ഇത്തരത്തിലിറങ്ങിയ. ഇത് ചില ആൾക്കാർ ഭരണപക്ഷ യൂണിയന്റെ ആൾക്കാര് KSRTC ഒന്നടങ്കം നടത്തി ആ പണിമുടക്കിൽ പങ്കെടുക്കുകയും ആ പണിമുടക്ക് വിജയിക്കുകയും ചെയ്ത് സർക്കാരിന് മാനേജ്മെന്റിന് ഭരണകക്ഷി യൂണിയനും എതിരെയുള്ള വികാരം രേഖപ്പെടുത്തിയതിൽ ആ ഭരണകക്ഷി യൂണിയന്റെ കൂടെ ഒത്താശയോടുകൂടിയാണ് ചീഫ് ഓഫീസിലിരിക്കുന്ന ആൾക്കാർ ഇത്രയും കിരാതമായ, ഇത്രയും മോശപ്പെട്ട, തൊഴിലാളികൾ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരു ഉത്തരവിറങ്ങിയത്. അതിനെതിരെ ഞങ്ങൾ പ്രതികരിക്കും. എന്തൊക്കെ വന്നാലും ശരി, ഞങ്ങളുടെ കൂടെ നിന്ന തൊഴിലാളികൾക്ക് ശമ്പളം വാങ്ങിക്കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. ആ തൊഴിലാളികൾക്ക് ഞങ്ങൾ ശമ്പളം വാങ്ങിക്കും. എന്തൊക്കെ നേരിടേണ്ടി ശരി, ശമ്പളത്തിന് വേണ്ടിയുള്ള ഈ സമരം അവസാനിക്കില്ല. മന്ത്രിഞ്ഞാണോ ഇത് ചെയ്തത് എന്ന് ഞങ്ങൾക്കറിയില്ല. ഇത്തരത്തിൽ രാഷ്ട്രീയ ഈ കേരളത്തിൽ ഈ സമരം ചെയ്തതിനെതിരെ ഒരു ഇത്തരത്തിലൊരു ശമ്പളം തരില്ല എന്ന് പറഞ്ഞ ഒരു ഓർഡർ ഇറക്കണമെങ്കിൽ ഒരു LDFന്റെ അല്ലെങ്കിൽ ഒരു തൊഴിലാളി സർക്കാർ ഭരിക്കുന്ന ഈ കേരളത്തിൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, എങ്ങോട്ടാണ് ഈ ഒരു പ്രസ്ഥാനത്തിന്റെ പോക്ക് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതിനെതിരെ ഞങ്ങൾ സമരം ചെയ്യും. ഈ ഓർഡർ ആരാണോ പുറപ്പെടുവിച്ചത്, ആരെ നിർദ്ദേശപ്രകാരമാണോ പുറപ്പെടുവിച്ചത്, അവരത് പിൻവലിക്കുന്നത് വരെ ഞങ്ങൾ സമരത്തിന് പോയി സമരം ചെയ്യും. അതുപോലെ തന്നെ ശമ്പളത്തിന് വേണ്ടിയുള്ള സമരം ഞങ്ങൾ അവസാനിപ്പിക്കുന്നില്ല. നിങ്ങൾക്കൊക്കെ അറിയാം, ഈ കേരളത്തിലോടുന്ന KSRTCയുടെ കാലാവധി 1-2 വർഷം കഴിയുമ്പോൾ അവസാനം. അപ്പം ഞങ്ങൾ ആ പണിമുടക്ക് നടത്തിയ ഞങ്ങളുടെ DA ഞങ്ങളുടെ ശമ്പളം കൃത്യമായി വിതരണം ചെയ്യണം, ഞങ്ങളുടെ DA കുടിശ്ശിക വിതരണം ചെയ്യണം, KSRTCക്ക് പുതിയ വണ്ടികൾ വാങ്ങണം. ഇതൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ന്യായമായ ആവശ്യങ്ങളാണ്. അനാവശ്യമായി ഞങ്ങൾ ഒന്നും ചെയ്തില്ല. അനാവശ്യമായി ഞങ്ങൾ ഒരു അക്രമവും ആ പണിമുടക്ക് നടത്തിയില്ല. എന്നിട്ട് പോലും ഇവിടത്തെ ഭരണപക്ഷ യൂണിയന്റെ ഒത്താശയോടെ ഞങ്ങളുടെ പല തൊഴിലാളികളെയും ാക്കുകയാണ്. അവരൊക്കെ നിരപരാധിയാണ് എന്ന് കോടതി പോലും ബോധ്യപ്പെട്ട് അവർക്കൊക്കെ ജാമ്യം എടുത്തിട്ടുണ്ട്. ഇത് ഒരു ന്യായമായ ഒരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന് യോജിച്ച രീതിയിലുള്ള ഡി അജയൻ TDF വൈസ് പ്രസിഡന്റാണ് പ്രതികരിച്ചത്.